ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പിൻ്റെ പേര് ഡീപ് സീക്ക് എന്നായിരിക്കും. ഒരു രക്ഷയില്ലടേ, അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു പണി അവർ മനസ്സിൽ പോലും വിചാരിച്ച് കാണൂല. ഫ്രം ചൈന, ആസ് ഓൾവേസ് ചൈനക്കാരന്മാരുടെ പ്രത്യേകതയാണ്. അതായത് പണ്ട് സെറോക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ തുടങ്ങിയ സമയത്ത് ചൈനക്കാരന്മാർ നൈസായിട്ട് അത് മേടിച്ചിട്ട് മൊത്തം തുറന്ന് പണിഞ്ഞിട്ട് അതിൻ്റെ ടെക്ക് എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ വെച്ചിട്ട് ഇവന്മാർ സെറോക്സ് ഭയങ്കര വിലയായിരുന്നു അന്ന് കാലത്ത് ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിന്. അവന്മാർ വളരെ വില കുറഞ്ഞ അതിൽ നിന്നും 10 times ചീപ്പറായിട്ടുള്ളൊരു സാധനം ലോകമാർ വിപണിയിൽ വിറ്റ്. അതാണ് ചൈനയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ അമേരിക്കയിലുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് AI ടെക്നോളജി ആയിട്ട് വരുന്ന ചിപ്സെറ്റ് മേക്കിങ്ങിൻ്റെ ബ്ലൂ പ്രിൻസും കാര്യങ്ങളൊന്നും ചൈനയ്ക്ക് ഷെയർ ചെയ്യില്ല എന്ന് ഒരു വലിയൊരു പാര വന്നപ്പോഴാണ് ഹുവാവിയൊക്കെ മൂക്കും കുത്തി വീണത്. ഹുവാവി മൂക്കും കുത്തി വീണ് ഇപ്പോൾ അവന്മാർക്കറിയാം, നിങ്ങൾക്കറിയാം, പഴയ ചിപ്സെറ്റും വെച്ചിട്ടാണ് ഹുവാവി ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ എന്തിനു പറ്റി? അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെവല്യൂഷണറൈസ് ആവുന്നത് AI ആണ്. $5 ബില്യൺ ഉണ്ടാക്കിയ സാധനം ചൈന വെറും 5 മില്യൺ ഉണ്ടാക്കിയത് ChatGPT-യിൽ. അതായത് അത്രയും ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പം ആൾക്കാർ ഞെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഇവന്മാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിനെ ഓപ്പൺ സോഴ്സും ആക്കി. അതായത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ആപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നും ഈ AI പരിപാടി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ പഠിക്കാം. വെരി ചീപ്പർ ദാൻ ChatGPT. ഒരു മാസം $200 എന്തോണം. ഭയങ്കര കത്തിയാണ് ChatGPT. ഞാനത് നോക്കിയതാണ്. അതിൻ്റെ 1/3, ഒന്നിപ്പോൾ അത് ഫ്രീ ആണ്, അതിൻ്റെ 1/3 ആണ് അതിൻ്റെ ഇത് കൊടുത്തേക്കുന്നത്. ഇമാതിരി ഒരു അടിയുണ്ടല്ലോ. അതായത് $1 ട്രില്യൺ മറ്റേ മൂക്കും കുത്തി വീണ് ഏത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ്, NVIDIA സ്റ്റോക്ക് മാർക്കറ്റ് വീണ്, ChatGPT അത് വീണ്, OpenAI എല്ലാം വീണ് കുത്തിയും മറ്റേ മണ്ടയും കുത്തി വീണിരിക്കുകയാണ്. ആ ലെവലിൽ പണി. അത് യവന്മാരത് എങ്ങനെ അച്ചീവ് ചെയ്തതെന്നറിയോ? പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള NVIDIA മറ്റേ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടല്ലോ, അത് വെച്ചാണ് അവന്മാർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ലേറ്റസ്റ്റ് ടെക്ക് പോലും ഇല്ലാതെ പഴയ ഔട്ട്ഡേറ്റഡ് ഗ്രാഫിക്സ് കാർഡിൽ നിന്ന് വെച്ചിട്ടുള്ള ചിപ്സെറ്റും വെച്ച് അവന്മാർ ഇങ്ങനെ ഒരു സാധനം പണിഞ്ഞെങ്കിൽ ചൈന എന്തിനാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ. ഈ ആപ്പ് മിക്കവാറും ലോകത്തുള്ള എല്ലായിടത്തും ബാനാവും. ഇന്ത്യയിൽ എന്തായാലും വരില്ല, ബിക്കോസ് ചൈനയായിട്ടുള്ള അടിയായത് അമേരിക്ക എടുത്ത് പറഞ്ഞിക്കളയും. പക്ഷേ ചൈന ജസ്റ്റ് പ്രൂവ്ഡ് that they are the boss when it comes to technology and replicating stuff. Hats off.